അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടും കയ്പില്ലാത്ത നല്ല അടിപൊളി നാരങ്ങ അച്ചാർ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 12 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഇഡലി പാത്രത്തിനകത്ത് വെച്ച് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലൊന്ന് നാരങ്ങ പൊട്ടി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നാരങ്ങയൊക്കെ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ടിഷ്യൂ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ടവൽ കൊണ്ടിട്ടോ ഈ നാരങ്ങ നല്ലതുപോലെ തുടച്ചു കൊടുക്കണം. ഈ നാരങ്ങയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത രീതിയിൽ നല്ലതുപോലെ തുടച്ചെടുക്കണം. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ വേഗം കേടായി പോവും. തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ എടുക്കുന്ന ഗ്ലാസ് ജാറും ഒട്ടും വെള്ളമില്ലാത്ത നല്ലതുപോലെ തുടച്ച ഒരു ഗ്ലാസ് ജാറിൽ വേണം നമുക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1.25 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുലുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ സ്പൂണിട്ട് ഇളക്കി അല്ല ചെയ്യുന്നത്. ഇതേപോലെ ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് അടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുലുക്കിയെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ ഇപ്പോഴല്ല അച്ചാറിടുന്നത്, നമ്മൾ ഒറ്റ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അച്ചാറിടുന്നത്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ കുലുക്കി അതൊന്ന് പുറത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അച്ചാറിടാനായിട്ടുള്ള നാരങ്ങ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുവൊന്ന് പൊട്ടിക്കണം. കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഈ സമയത്ത് ചേർക്കണ്ട, നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം കടുവും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല. അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും. അപ്പോൾ ഇതേപോലെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കായപ്പൊടി ചേർക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇതേപോലൊരു ലോ ഫ്ലെയിമിൽ ഇടണം. അതിന് ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ.
അപ്പോൾ ദാ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഒരു 2 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് ജാറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒട്ടും കയ്പില്ലാത്ത നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒട്ടും കയ്പില്ലാത്ത അച്ചാർ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.